മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കും. ഭക്തരെ, നിങ്ങളുടെ ജീവിതം നിങ്ങളെങ്ങനെ ജീവിക്കണം എന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അത് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തുവിടരുത്. അന്യരെ സ്വന്തമായി കാണാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്വന്തക്കാരെ സ്വന്തമായി കാണാനാണ് പലർക്കും ഏറെ പ്രയാസം. നിങ്ങളെ വിജയം നേടാൻ പ്രേരിപ്പിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടെത്തുക. മറ്റു സുഹൃത്തുക്കളെ പിണക്കാതെ ഒരു ചെറിയ അകലം പാലിച്ച് കൂടെ ചേർക്കുക. ഭക്തരെ, ചിന്തകളും സങ്കല്പങ്ങളും നിങ്ങളിൽ നിന്ന് വേഗത്തിൽ മാഞ്ഞു പോകില്ല. കാരണം ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഉള്ളു തുറന്ന് അഭിപ്രായം പറയുന്നവർ എന്നും ജീവിതത്തിൽ ഒറ്റപ്പെടും. തേൻ പുരട്ടിയ നുണകൾ പറയുന്നവർ എന്നും സ്വീകരിക്കപ്പെടും. ഇതാണ് ജീവിതം. ഭക്തരെ, അറിയാതെ പറയുന്ന കള്ളങ്ങളും അറിഞ്ഞു കഴിഞ്ഞ കള്ളങ്ങളുമാണ് ഒരുപാട് പേരെ തമ്മിൽ തെറ്റിക്കുന്നത്. ഭക്തരെ, നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇതുവരെ നടന്നതിനേക്കാൾ ഇനി നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് ജീവിതം അറിയുന്നവർ. സത്യത്തിന് ഭാരം കൂടുതൽ ഉള്ളതിനാൽ അത് വായുവിലൂടെ വേഗം പടരില്ല. എന്നാൽ നുണകൾക്ക് ഭാരം കുറവായതിനാൽ അത് വായുവിലൂടെ വേഗത്തിൽ പടരും. ഭക്തരെ, മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. ലഭിക്കുന്നതെന്തും സ്വീകരിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതം മനോഹരമാകും. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുണ്ടാകുന്നു. ഭക്തരെ, നിങ്ങളെ മുഖസ്തുതി പറയുന്നവർ നിങ്ങളുടെ ശത്രുവാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് പറയുന്ന ആളാണ് നിങ്ങളുടെ മിത്രം. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. ഭക്തരെ, മുറിവേൽപ്പിച്ച ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുക. അതോർത്ത് കരയാനല്ല, മുന്നോട്ടുള്ള യാത്രയിൽ ഒരിക്കൽ കൂടി തോൽക്കാതിരിക്കാൻ, തോൽപ്പിക്കപ്പെടാതിരിക്കാൻ. വളരെ വികൃതമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കില്ല, കിട്ടാത്തതിനെ ഓർത്ത് അത് വിഷമിച്ചു കൊണ്ടേയിരിക്കും. ഭക്തരെ, ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പിഴവ് തനിക്ക് പിഴവ് സംഭവിക്കുമോ എന്ന സംശയമാണ്. വേദന നിങ്ങളെ ശക്തനാക്കുന്നു. കണ്ണുനീർ നിങ്ങളെ ധീരനാക്കുന്നു. നഷ്ടപ്രണയം നിങ്ങളെ ബുദ്ധിമാനാക്കുന്നു. അതിനാൽ മികച്ച ഭാവി തന്നതിന് ഭൂതകാലത്തിനോട് നന്ദി പറയുക. ഭക്തരെ, സത്യമാണെങ്കിലും പറയരുത്. സന്ദർഭം ഉചിതമല്ലെങ്കിൽ. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രായത്തിന് നിങ്ങളെ തളർത്താൻ കഴിയില്ല. ഇടർച്ചകൾക്ക് നിങ്ങളെ വീഴ്ത്താൻ കഴിയില്ല. നിങ്ങൾ വിജയിക്കുവാൻ ദൃഢനിശ്ചയമുള്ളവരാണെങ്കിൽ തോൽവിക്ക് പോലും നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. ഭക്തരെ, ഒരാളെ നിങ്ങൾ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ അയാളുടെ തെറ്റുകൾ പോലും ശരിയായി തോന്നും. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും തിരിച്ചറിയാതെ പോകുന്ന സ്നേഹം എന്നും മനസ്സിൻ്റെ നൊമ്പരമായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.